നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. എൻ്റെ ആത്മാവ് ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, വചനം പറയുന്നു, എൻ്റെ ആത്മാവ് നിന്റെ സന്തതിയുടെ മേൽ വന്നാൽ നിന്റെ സന്തതികളും നിന്റെ സന്താനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിന് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയാൻ. പറഞ്ഞേ, നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഈ നദി ഒഴുകണം. ഈ ഞാനൊരു വാക്യം ഒന്ന് വായിപ്പിക്കുകയാണ്. ഗലാത്യർ 5:25 എഴുതിയിരിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ. അങ്ങനെ ഒരു ജീവിതമുണ്ട്. പറഞ്ഞേ, അങ്ങനെ ഒരു ജീവിതമുണ്ട്. എങ്ങനെയുള്ള ജീവിതം? ആത്മാവിനാൽ നാം ജീവിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും വേണം. അല്ലാതെ 24-ാമത്തെ വാക്യം നോക്കി. അല്ലാതെ എന്തുവാന്ന്? എന്നാ നോക്കി? ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ഒന്നുകൂടെ പറഞ്ഞ അല്ലാതെ. അതിന് 26-ാം വാക്യം നോക്കി. അല്ലാതെ നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാ അഭിമാനികളായി നടക്കരുത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നീ സ്പിരിറ്റ് പേഴ്സൺ ആയിരിക്കണം. അന്യോന്യം അസൂയപ്പെട്ടും വൃഥാഭിമാനികളായും പാര വെച്ചും പണി കൊടുത്തും ഒക്കെ പോകുന്ന ഒന്നും സ്പിരിച്വൽ അല്ല. That is not a spirit, that is not a Holy Spirit, that is not a spiritual thing. Let us also walk in the Spirit. Walk in the Spirit. Walk in the Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Walk in the Spirit. അത് മക്കളെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ പറയത്തില്ല, എപ്പോഴെങ്കിലും റേഞ്ച് പോകുന്നെന്ന് കണ്ടാൽ, എപ്പോഴെങ്കിലും കണക്ഷൻ പോകുന്നെന്ന് കണ്ടാൽ പെട്ടെന്ന് കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യാൻ ഒത്തിരി വഴികളുണ്ട്. പേഴ്സണൽ പ്രെയർ, പ്രേയിങ് ഇൻ ടങ്സ്, അന്യഭാഷയെ പ്രാർത്ഥന, നല്ല സ്പിരിച്വലായിട്ടുള്ള പാട്ടുകൾ കേൾക്കുക, വർഷിപ്പ് കേൾക്കുക, നല്ല മെസ്സേജുകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ഓടിക്കളയുക. ജോസഫ് ഇറങ്ങി ഓട്ടിയതുപോലെ ഓടിക്കളയുക. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം? ഞാനതിനൊരു കാരണം പറയാം. ഈ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കൈവക്കി. എനിക്ക് യേശുവിൻ്റെ അടുത്ത് ചെല്ലണം. ലൂക്കോസ് 2:25 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യെരൂശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. അടുത്ത വാക്യം എല്ലാവരോടും പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം വായിച്ച, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് വാ തുറന്ന് പറഞ്ഞ്, യേശുവിനെ ശിമയോൻ കണ്ടു. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, അങ്ങ് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? 2 കാര്യം ഞാൻ പറയുന്നുള്ളൂ. 2 കാര്യം. ഒന്ന്, പരിശുദ്ധാത്മാവ് അവന്റെ മേലിലുണ്ടായിരുന്നു. 2, അവൻ നടന്നത് ജഡത്തിലല്ല, അവൻ നടന്നത് ആത്മനിയോഗത്തിലാണ്. വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നടന്നവൻ ആത്മാവിനെ നൽകുന്നവന്റെ അടുത്തെത്തി.
ഒന്ന് കരമടിച്ച് ആത്മാവിൽ നടന്നവൻ ആത്മാവിനെ നൽകുന്നവന്റെ അടുക്കലെത്തി. ശിമിയോന്റെ കണ്ണ് യേശുവിനെ കണ്ടതിന്റെ പിറകിൽ ഒറ്റ കാര്യം. അന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒഫീഷ്യലി പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേളിലും അങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് ശേഷമാണ് വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും ഇതങ്ങ് ഒഴുകുന്നത്. പക്ഷെ അന്ന് പോലും ശിമിയോന്റെ മേളിൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവുള്ളവൻ വഴി തെറ്റാതെ, പേരും നാളും ഒന്നും ചോദിക്കാതെ, ഒരു അഡ്രസ്സും എടുക്കാതെ കൃത്യമായിട്ട് നടന്ന് കൃത്യമായിട്ട് ആത്മാവിൽ നടന്ന് ആത്മാവിനെ നൽകുന്നവന്റെ അടുത്തെത്തി. വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓ, ചേർന്നൊരു ആമീൻ പറയാവോ? ഹല്ലേലൂയ. റോമർ 7-ന്റെ 6-ാം വാക്യം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. എല്ലാവരും ഒന്ന് പറഞ്ഞ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. ആത്മാവിന്റെ പുതുക്കത്തിൽ. നമ്മൾ എപ്പോഴും ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെയും പിന്നെയും വായിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നതല്ല ശരിക്കും ആത്മാവിലുള്ള ആരാധന. എരിഹോ വഴി യേശു കടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായിയോട് നാട്ടുകാർ പറഞ്ഞു കൊടുത്തു, അത് നസ്രയനായ യേശു ആണ് പോകുന്നതെന്ന്. പുള്ളി ചോദിച്ചു, ഇതുവഴി ആരായി പോകുന്നത്? വലിയ ബഹളമൊക്കെ കേൾക്കുന്നല്ലോ, ആരാ ഈ വഴി പോകുന്നതെന്ന് ചോദിച്ചു. കണ്ണു കാണാൻ വയ്യല്ലോ പുള്ളിക്ക്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു കൊടുത്തു, നസ്രയനായ യേശു ഇതുവഴി പോവുക എന്ന് പറഞ്ഞു. ശരിക്കും പുള്ളി വിളിക്കേണ്ട എന്തുവാ? ഇവരെന്തോ പറഞ്ഞു കൊടുത്തേ, നസ്രയനായ യേശു ഇതുവഴി പോകുന്നു. പക്ഷെ പുള്ളി വിളിച്ച എന്നാ? ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണയുണ്ടാകണം. ഇവര് ചൊല്ലിക്കൊടുത്തത് പുള്ളി ഏറ്റുകൊല്ലുമായിരുന്നോ? ഈ ചൊല്ലിത്തരുന്നത് ഏറ്റുകൊല്ലുന്നതല്ല പ്രാർത്ഥന, ഇങ്ങനെ അകത്തുനിന്ന് വരുന്നതാണ് പ്രാർത്ഥന. ഒന്ന് കരം അടിച്ച് കർത്താൻ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നു? പ്രാർത്ഥന നിന്റെ ആത്മാവിൽ നിന്ന് വരണം, നിന്റെ വേദനയിൽ നിന്ന് വരണം, നിന്റെ ഉള്ളിൽ നിന്ന് വരണം, ദൈവത്തോടുള്ള ആ ഇന്റിമസിയിൽ നിന്ന് വരണം. ഹല്ലേലൂയ. ഞാനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിപ്പിക്കുന്ന ഈ ജലത്തെക്കുറിച്ചാണ്. ചേർന്നൊരു ആമീൻ പറഞ്ഞോ? ഈ പരിശുദ്ധാത്മാവിൻ്റെ നദിക്കും ലോകത്തിൽ നമ്മൾ കാണുന്ന വെള്ളത്തിനും ഇത് രണ്ടും ചെയ്യുന്ന ഒരുപോലത്തെ ചില പ്രവൃത്തികളുണ്ട്. ഈ വെള്ളം ശുദ്ധിയുള്ളതാണ്. വെള്ളം എന്നാ ഉള്ളതാ? പക്ഷെ അതിന് നിറമുണ്ടോ, മണോ, രുചിയോ? പക്ഷെ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. വെള്ളത്തിന് രൂപമുണ്ടോ? പക്ഷെ വെള്ളം കൂടാതെ ഒന്നിനും രൂപം ഉണ്ടാവുമോ? പറഞ്ഞു, വെള്ളത്തിന് രൂപമുണ്ടോ? ഇപ്പൊ വെള്ളം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ പിന്നെ വെള്ളത്തിന് എന്തിന്റെ രൂപമാണ്? ഗ്ലാസിന്റെ രൂപം. വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ വെള്ളം പാത്രത്തിന്റെ രൂപത്തിലാവും. എൻ്റെ ചോദ്യം ഇതാണ്, വെള്ളത്തിന് രൂപമില്ല, പക്ഷെ വെള്ളം കൂടാതെ ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും രൂപമുണ്ടോ? നമ്മുടെ ശരീരത്തിന്റെ പകുതിയും നമ്മൾ വെള്ള. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ജീവജാലങ്ങൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം രൂപം. നല്ല റോസാ ചെടി നല്ല രസമായിട്ട് നിൽക്കുന്നു, നല്ല ചെടി നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത്. ഒരു 5 ദിവസം വെള്ളം ഒഴിക്കാൻ നോക്കി, അല്ലെ ഒരാഴ്ച അതിന് വെള്ളം കൊടുക്കാനും നോക്കി, എൻ്റെ രസമൊക്കെ അങ്ങ് പോവും. ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ അതും ആ പൂ പോലും ഷെയ്പ്പായി നിൽക്കുന്നത്, ആ ചെടി പോലും ഷെയ്പ്പായി നിൽക്കുന്നത് വെള്ളമുള്ളതുകൊണ്ടാണ്. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. വെള്ളത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഉറപ്പാ. അതുകൊണ്ടാണ് യേശു കർത്താവും പരിശുദ്ധാത്മാവിനെ ജീവജല നദിയോടുകൂടെ ഉപമിച്ചത്. ഒഴുകുന്ന വെള്ളം. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. നിങ്ങളുടെ സന്തതിമേൽ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന്, നിങ്ങളുടെ സന്താനങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് എന്ത് സംഭവിക്കണം? എൻ്റെ ആത്മാവ് നിന്റെ മക്കളുടെ മേൽ വരണം. വെള്ളത്തിന് കാഴ്ചയിൽ ശക്തിയുണ്ടോ? കാഴ്ചയിൽ ഒരു ശക്തിയില്ല. പക്ഷെ ഈ വെള്ളമാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. വെള്ളത്തിനകത്തുനിന്ന് ഈ പവർ ഉണ്ടായി വരുന്നെങ്കിൽ, ഹല്ലേലൂയ, കറണ്ടിനകത്തുനിന്ന്
ഈ റേഡിയോയും മൈക്കും ഉൾപ്പെടെ കേൾക്കുന്നെങ്കിൽ ഈ എനർജികളുടെ എല്ലാം പുറകിൽ, അതാണ് ആ കിണറ്റിൽ വെള്ളം കോരാൻ വന്ന ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുവാൻ. എത്ര പേർക്ക് വേണോ ആ ജീവനുള്ള വെള്ളം? നീ ദൈവത്തിന്റെ ദാനവും. എവറിത്തിങ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് മൈ ബ്രദർ. ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാന. ഒന്നും ഈ ഭൂമിയിൽ അഹങ്കരിക്കാനില്ല, എല്ലാം ദൈവത്തിന്റെ ദാന. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നാളെ ഓക്സിജൻ ശ്വസിച്ചതിന് തമ്പുരാൻ എന്നാ കൊടുത്താൻ പറ്റും? എല്ലാം കൃത്യമായിട്ടല്ലേ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാം കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ എത്ര അതിശയവും ഭയങ്കരവുമായി അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കണ്ണ് കറക്റ്റായിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ഈ കണ്ണ് രണ്ടും ഇപ്പുറത്ത് പോയിട്ട് ഈ ചെവി ഇവിടെ വെച്ചിരുന്നുള്ള സ്ഥിതി തന്നെയായിരുന്നു. ഇങ്ങനെ ഇരുന്നേനെ. കൈ എല്ലാം അതിശയവും ഭയങ്കരമായി. കാരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ കർത്താവ് വസിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നോക്കണം. ദൈവത്തിൻ്റെ വീട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത്യാവശ്യം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക. ഒത്തിരി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. നിങ്ങളുടെ BP, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. കർത്താവിൻ്റെ ശരീരമാണ്. അത്യാവശ്യം കുറച്ച് എക്സസൈസ് ചെയ്യുക. ഇച്ചിരി നേരം നടക്കാൻ പോവുക. വെള്ളം ഭയങ്കര ശക്തമാണ് പ്രിയപ്പെട്ടവരെ. വെള്ളം ഭയങ്കര പവറുള്ളതാണ്. അതാ യേശു പറഞ്ഞ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ ലോകപ്രകാരം ഒഴുകുന്ന എല്ലാ നദികൾക്കും പച്ചയുള്ളതിന് കുറച്ചുകൂടെ പച്ചിപ്പ് കൊടുക്കാൻ പറ്റും. ഉറപ്പല്ലേ? വാടി നിൽക്കുന്ന ചെടിക്ക് എന്നാ ഒഴിക്കും? മൂട് വരെ കരിഞ്ഞുണങ്ങിപ്പോയാലോ? പിഴുതുകളയത്തല്ലേ ഉള്ളൂ. ചട്ടി വേസ്റ്റ് ആക്കത്തില്ലല്ലോ. സ്ഥലവും മെനക്കെടുത്തതില്ല, എടുത്തു കളയില്ലേ? ദൈവം ഒഴുക്കുന്ന നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിലെ നദികൾ പച്ച ഉള്ളതിന് കുറച്ചുകൂടെ പച്ചിപ്പ് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നദിയുടെ പ്രത്യേകത ഉണങ്ങിപ്പോയതിനെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തതിന് ഈ നദി കിളിപ്പിക്കും. ആ അനുഭവം ഉള്ളവർക്കൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഒരു പ്രതീക്ഷയില്ലാത്തതിന് ഈ നദി കിളിപ്പിക്കും.